അങ്ങനെ ഒരു കാര്യമുണ്ട്. തെറ്റൊക്കെ ചെയ്തെങ്കിലും ഇപ്പം നമ്മുടെ സഹോദരിയായി പോയില്ലേ. പിന്നെ അവക്ക് ചേരാത്ത വരനൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ച് അനുനയപൂർവ്വം എടാ കൊച്ചനെ നീ ഇത്രയൊക്കെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ, ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാന്യമായിട്ട് കല്യാണം കഴിച്ചു തരില്ലായിരുന്നോ എന്ന് ചോദിച്ച് വിളിച്ചാൽ നല്ലൊരു ബന്ധാവും എന്ന് പറഞ്ഞ് വിട്ട അതേ കൃഷ്ണൻ മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച് ഒറിജിനലായ സന്യാസത്തിന് വിരൽ ചൂണ്ടി ഒരു ഭിക്ഷ എന്ന് അർജുനൻ പറഞ്ഞപ്പോഴേക്ക് സ്വഭാവമൊക്കെ മാറി. 564 ശ്ലോകങ്ങളിൽ അർജുനനെ ശകാരിച്ചു. വേഷമൊക്കെ വേണേ ഒന്ന് കെട്ടിക്കൂ, വേണേ ഒരെണ്ണത്തിനെ അടിച്ചുകൊണ്ടും പൊക്കൂ, പക്ഷെ ജീവിക്കാൻ ഈ വേഷം ഉടനെ കെട്ടരുത്. മനസ്സിലായില്ല? ഇത് പണിയുള്ള വേഷം കെട്ടാണ്. അതാണ് കൃഷ്ണൻ. അപ്പോൾ വേഷം കെട്ടുന്നത് കൊണ്ടല്ല ഇതിന്റെ മാന്യത പോകുന്നത്. ആരെങ്കിലും താൽക്കാലികമായൊരു വേഷം കെട്ടി 10 രൂപ അടിക്കുകയോ 10 പേരെ കളിപ്പിക്കുകയോ 4 പേരെ കൊല്ലുകയോ ഒന്നും ചെയ്താലൊന്നും ഈ വേഷത്തിന്റെ മാന്യത പോവില്ല. സ്ഥിരമായി ഈ വേഷത്തിൽ ഇരിക്കരുത്. ഇരിക്കുകയാണെങ്കിൽ മാന്യമായിരിക്കണം. പിടികിട്ടിയില്ല, സംഗതി പിടികിട്ടിയില്ല. അർജുനൻ ചോദിച്ചപ്പോ 2-ാം അധ്യായം 4-ാം ശ്ലോകത്തില് ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അബീഹ ലോകേ ഹത്വാർദ്ധ കാമാംസ്തു ഗുരൂനിഹൈവ പുഞ്ചീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. അതിന് പറഞ്ഞ് ഗംഭീരമായി പറഞ്ഞ് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്നുവരെ ഉച്ചരിച്ച് നീ നിന്റെ സ്വധർമ്മം ചെയ്താൽ മതി, ഇത് നിന്റെ സ്വധർമ്മമല്ല, പരധർമ്മമാണ്, ഭയാവഹമാണ്, അത് ക്ലേശമുള്ളതും വിഗുണമായതുമായാൽ കൂടി അത് ചെയ്യരുത്. ഉത്തമമായാൽ കൂടി അത് ചെയ്യരുത്, ക്ലേശമുള്ളതും വിഗുണമായാൽ കൂടി സ്വധർമ്മമേ ചെയ്യാവൂ എന്ന് ഭംഗിയായി പറയുന്നുണ്ട്. മനസ്സിലായോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്. കേട്ടു നിന്നപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നിയോണ്ടാണ് നിങ്ങളോട് പറയാം. ഒരു ഉദ്ധരണി എന്ന് വിചാരിച്ച് ഉദ്ധരിച്ചത്. നല്ലൊരു 7 മണിക്ക് കേട്ടതാ. അപ്പോ ഇതത്ര എളുപ്പമുള്ളതല്ല. വിഷയ ലോലുപന്മാർ പോകേണ്ടതല്ല. അല്പം വിഷയാസക്തി ഉണ്ടെങ്കിൽ ഇതിനാഗ്രഹിക്കേണ്ട ഉടനെ അകലെ നിന്ന് കാണുക. പേടിക്കൊന്നും വേണ്ട. ജന്മങ്ങൾ എത്ര കഴിഞ്ഞാലും ഇതിലേ വരും. തിരക്കൊന്നും കൂട്ടണ്ട. പതുക്കെ എത്തിയാൽ മതി, മെല്ലെ. അപ്പോഴും സാമ്പ്രദായികമായി കൈപിടിച്ചുയർത്തുവാൻ സാമ്പ്രദായികതയിൽ ഒട്ടേറെ പേരുണ്ടാവും. കാരണം ഇതിൻ്റെ അകത്ത് ഏത് കാതുകുത്തിയവൻ പോയാലും കടുക്കനിട്ടവനുണ്ടാവും. അതുകൊണ്ട് ശങ്കയും വേണ്ട, അന്ന് എങ്ങനെയായിരിക്കുമെന്നൊന്നും പേടിക്കണ്ട, തിരക്കും കൂട്ടണ്ട, പയ്യെ പോയാൽ മതി. ക്ലിയറായി. അതുകൊണ്ടാണ് അഷ്ടാവക്രൻ ഭംഗിയായി പറഞ്ഞത്, നീ ഇച്ഛയുള്ളത് എടുക്ക്. ഭോഗേച്ഛയുള്ളവരാൽ ആദരിക്കപ്പെടുന്നതല്ല സർവകർമ്മ സന്യാസപൂർവകമായ മോക്ഷം. അത് ആദരിക്കപ്പെടരുത്. ആദരവുള്ളതിന്റെ പുറകെ ആളുകളോടും. ഭാരതം സന്യാസത്തെ അത്ര ഉദാത്തീകരിച്ചല്ല കണ്ടിരുന്നത്. സമീപകാലത്ത് വന്ന മാനേജ്മെന്റ് തിയറികളാണ് ഇതിന് ഒരു സമറ്റിക് പൗരോഹിത്യ പരിപ്രേക്ഷ്യം നൽകിയത്. ഇന്നുള്ളത് സന്യാസ ലക്ഷണത്തോടുകൂടിയതല്ല, സമറ്റിക് പൗരോഹിത്യ ലക്ഷണത്തോടുകൂടിയ മിഷണറി പ്രവർത്തനമാണ്. പിടികിട്ടിയില്ല. 1893 ഇന്ത്യൻ സന്യാസം പുതിയൊരു സമറ്റിക് സങ്കല്പലോകങ്ങളിലേക്ക് മാറുകയുണ്ടായിട്ടുണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ട് സമറ്റിസിസത്തിന്റെ പരിപ്രേക്ഷ്യം ഇന്ത്യൻ സന്യാസ മാതൃകയിൽ ഉണ്ടായിട്ടുണ്ട്.
അത് ആത്മമോക്ഷത്തെക്കാളേറെ പൂർത്തകർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും അതിൻ്റെ വഴിയെ സഞ്ചരിച്ച് ആദരവ് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാശാലന്മാരായ ഗൃഹസ്ഥന്മാർ സമ്പാദിച്ചു കൂട്ടിയ ധനവും മഹാശാലന്മാരായ ഗൃഹസ്ഥന്മാർ ചെയ്തു കൂട്ടിയ ഇഷ്ടകർമ്മങ്ങളും മഹാശാലന്മാരായ ഗൃഹസ്ഥന്മാർ തന്നെ സമൂഹത്തിന് ചെയ്തു കൊടുത്ത പൂർത്തകർമ്മങ്ങളും ഇന്ന് ഇന്ത്യൻ സന്യാസത്തിന്റെ അതിർവരമ്പിനുള്ളിലാണ് ഞെങ്ങി ഞെരുങ്ങി കിടക്കുന്നത്. മനസ്സിലായില്ല, പിടികിട്ടിയില്ല. കുളം കുഴിക്കുക, കിണർ വെട്ടുക, സ്കൂൾ നടത്തുക, കോളേജ് നടത്തുക, ആശുപത്രി നടത്തുക. മനസ്സിലായില്ല. ധർമ്മസ്ഥാപനങ്ങൾ എന്ന പേരിൽ ഇതൊക്കെ പണ്ട് ഗൃഹസ്ഥൻ ചെയ്തിരുന്നതാണ്. വഴിയരിയിൽ ഒരു വഴിയമ്പലം കെട്ടുക, അത് ഗൃഹസ്ഥന്റെ കർമ്മമാണ്. വഴിയരിയിൽ കാള പോകുമ്പോൾ അതിന് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക, അത് ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. ഇന്ന് ഗൃഹസ്ഥൻ ഈ പണിയൊന്നും ചെയ്യാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് അലസനായ അവൻ ഇതെല്ലാം കൊണ്ടുപോയി ഞങ്ങളെ ഏൽപ്പിക്കും. മനസ്സിലായില്ല. ഞങ്ങളിത് വാങ്ങിച്ചൊരു 50% ഞങ്ങൾ അടിക്കും, 50% വഴിയരിയിൽ അമ്പലം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഗൃഹസ്ഥനേക്കാൾ മാന്യത കിട്ടും. ഈ മാന്യത വരുമ്പോൾ സന്യാസം നശിക്കും, തപസ് പോകും. പിടിയിട്ടില്ല. അങ്ങനെയാണ് ഇത് നശിക്കുന്നത്. അല്ലാതെ വേഷം കെട്ടി ആരെങ്കിലും വന്ന് ആടിയതുകൊണ്ടല്ല ഇത് നശിക്കുന്നത്. അതിന് സെമറ്റിക് പാരമ്പര്യമുള്ള പൗരോഹിത്യ പ്രേഷണത്തിൽ നിന്ന് ഇതിനെ മോചിപ്പിക്കുന്ന നല്ല പിള്ളേരെ ജനിപ്പിക്കണം ഗൃഹസ്ഥൻ. ദുരയും ദുഷ്ടതയും വീട്ടിനകത്ത് നടക്കാതെ വരുമ്പോൾ അതിൽ നിന്ന് ചാടിച്ചെല്ലുന്നതിനെല്ലാം അഭയകേന്ദ്രമാകുന്ന സ്ഥലങ്ങൾ ഉണ്ടാക്കരുത്. ഉണ്ടായാൽ ഗൃഹസ്ഥൻ സംസ്കാരത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി അതിനകത്ത് കയറി അടിച്ചു പൊളിച്ച് ദൂരെ കളയണം. പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ ഒന്നും പിടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളെ വെള്ളം കുടിപ്പിക്കുന്ന എങ്ങനെയെന്ന് ഞാൻ ആലോചിച്ചു. മനസ്സിലായില്ല. ഇതാ എൻ്റെ പണി, വെള്ളം കുടിപ്പിക്കാതെ. അതുകൊണ്ട് പഴയ ആളുകൾ ഇത് വളരെ കൃത്യതയോടെയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് വിവാഹം അടിയന്തിരം, ഇവിടെയൊന്നും സ്വാമിമാർ പങ്കെടുക്കുന്നത് മംഗളമല്ല, ശുഭമല്ല എന്നൊക്കെ എഴുതി വെക്കുക. അതിലൊക്കെ പങ്കെടുപ്പിക്കാതിരിക്കുക. കാരണം തപസ്സിനും സ്വാധ്യായത്തിനും വിലങ്ങ് വരുന്ന ഒന്നിലും ഉൾപ്പെടുത്താതിരിക്കുക. ഇതൊക്കെ ചെയ്ത് ഗൃഹസ്ഥൻ കാത്തുസൂക്ഷിച്ചു പോന്നതാണ് സന്യാസത്തിന്റെ അതീവ ശുദ്ധ മാതൃകകളെ. അതിന് പകരം അതെല്ലാം അങ്ങ് മാറിയിട്ട് അവിടെയെല്ലാം മറ്റൊരു സംസ്കാര പ്രേഷണം സംഭവിച്ചതാണ് ഇതിന്റെ ശോഷണത്തിന് കാരണം. ശരിയാണെന്ന് തോന്നുമോ? സമ്മതമാവുമോ? അതുകൊണ്ടത് മാറണം. ആധ്യാത്മിക ഔന്നത്യത്തിന് മാത്രമുള്ളതായത്. അതിൽ നന്നായി പ്രവർത്തിക്കണം. അതാണ് അതിൻ്റെ മുഖ്യ പ്രവർത്തന മാനദണ്ഡം. അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ അകറ്റി നിർത്തുന്നത്. അകറ്റി നിർത്തുന്നത് ശരിയാണ്, അങ്ങനെ വേണം. അഷ്ടാവക്രന്റെ അഭിപ്രായവും ഏതാണ്ട് അതാണെന്ന് തോന്നുന്നു. ഭോഗേച്ഛയുള്ളവരാൽ ആദരിക്കപ്പെടുന്നതല്ലിത്. കാരണം ഇത് പഠിച്ചു വന്നു കഴിഞ്ഞാൽ ആലസ്യം ഉണ്ടാവും, ജഡത്വം ഉണ്ടാവും, വികാരങ്ങൾ ഉണ്ടാവില്ല. മനുഷ്യൻ വികാരത്തിനാ ഓടിച്ചെല്ലുന്നത്. ശരിയല്ല. അതുകൊണ്ടിപ്പം മാന്യത എന്ന് പറയുന്നത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു, വികാരമുള്ള സന്യാസിയാണ്. മനസ്സിലായില്ല. രണ്ട് പദവും തമ്മിൽ ചേരുകയില്ല. അതുകൊണ്ടാണ് ഈ വികാരി എന്നുള്ള ആ സെമറ്റിക് സംബോധന പോലെ വികാരിയായ സന്യാസി.
പിടികിട്ടിയില്ല. ആ, വിക്കാർ എന്നുള്ളതല്ല, അതിൻ്റെ മലയാളമാണ് അവിടെ. അത് ഞാനൊന്ന് മൊഴിമാറ്റം നടത്തിയെന്നേ ഉള്ളൂ. ആ, വിക്കാർ എന്നുള്ളത് ഇംഗ്ലീഷ് അതൊരു തദ്ഭവമായി സ്വീകരിച്ചുണ്ടായതാണ്. വികാരി ജനറലൊക്കെ അത് ഈ വികാരമല്ല കേട്ടോ. അത് ഞാനത് ടെസ്റ്റ് ചെയ്തതാണ്. ഭാഷയിൽ ഉണ്ടാവും. ശരിയായ രീതിയിൽ ഇത് പഠിക്കുകയാണ്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അയാൾക്ക് വേണമെങ്കിൽ മാത്രമാണ്. ചുമ്മാ ഒരു രസം തോന്നിയാൽ മാത്രം. ലീലയ ആലസ്യമാണ് ഇതിന്റെ സ്വഭാവം, ജഡത്വമാണ് ഇതിന്റെ സ്വഭാവം. അതിനപ്പുറം കാര്യങ്ങൾ ആരെങ്കിലും ഒരുത്തൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിലെത്താത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു ലീലയാ, ഒരു കളി, മറ്റുള്ളവനെ കളിപ്പിക്കാൻ. എത്താത്തതുകൊണ്ട് ചെയ്യുന്നതെല്ലാം ഇതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ലീലയാ ചെയ്യുന്നതെല്ലാം ഇതല്ലാന്നും ധരിക്കരുത്. രണ്ടും അപകടമാണ്. അതുകൊണ്ട് ആ ലോകം ഞാനങ്ങ് വിട്ടു. കാരണം അത് നിങ്ങൾക്ക് തിരിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ഉള്ള വികാരം കൊണ്ട് ചെയ്തു വെക്കുന്നവനെ എല്ലാം പിടിച്ച് നാളെ ഇത് ഇയാൾ ജ്ഞാനത്തിലാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ പാവം എൻ്റെ തലേ വേണ്ട. മനസ്സിലായില്ല? ഇനി ആരെങ്കിലും ഒരാൾ ഇതൊക്കെ കടന്നിട്ടൊരു കളി, ഒരു കൈക്രിയ കളിക്കുന്നുവെങ്കിൽ അവിടെ ചെന്ന് നിന്നിട്ട് എന്തൊരു മോഹം എന്ന് ചോദിച്ച് നിങ്ങൾ പാവം വലിച്ചു വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അതിനും ഞാനില്ല. അതുകൊണ്ട് അത് വിഷയം പഠിക്കണ്ട, പഠിക്കാറായില്ല. അതല്ലേ നല്ലത്, അതല്ലേ മാന്യം. എന്തായാലും ഇതിന്റെ നിയതമായ രൂപം ആലസ്യമാണ്. പഠിച്ചാൽ ആലസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആലസ്യമല്ല, ഭോഗവസ്തുക്കളിൽ മാത്രം. ഏതെങ്കിലും ഒരു ഭോഗം മുമ്പിൽ കൊണ്ടുവന്നാൽ നമുക്കുള്ള വികാരങ്ങളൊന്നുമില്ല. നമ്മളാണെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടൊരു സാധനം കണ്ടാൽ കണ്ണുകളിലെ ദേവത അതിനെ ആഗ്രഹിച്ചാൽ ഉടനെ അത് ആവാഹിക്കും. 5 പൈസ വിട്ടേ വെച്ചാൽ നക്കിയെടുക്കും. മനസ്സിലായില്ല? അതിൽ കൂടുതൽ ഉപമ പറയാൻ പറ്റുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര കിട്ടിയാലും എടുക്കും. അതല്ലേ ആ ഭോഗേച്ഛ എന്നുള്ള പ്രയോഗം. ഇത് ഗംഭീര പ്രയോഗമല്ലേ? തീർച്ചയായും ഭോഗത്തിലാണ്. അതങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ചെയ്ത് തിരിച്ചറിയാൻ പറ്റില്ല ഈ ഭോഗവും കർമ്മവും. അതാണ് ഇതിന്റെ വലിയൊരു കുഴപ്പം. ആ, അതെ, അയാൾ ചെയ്യുന്നുവെന്ന് അയാൾ അറിയില്ല. ഭോഗങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ട് ഭോക്താവും കർത്താവും എന്ന മാനങ്ങൾ പൂർണ്ണമായി മാറും. നമ്മളാണെങ്കിൽ എത്രയുണ്ടെങ്കിലും അത് ഒരു സ്ഥലത്തുനിന്ന് വഴക്കുണ്ടാക്കി അച്ഛൻ്റെ എടുക്കാനായാൽ പോലും ഭാഗം വെക്കുന്ന വീട്ടിൽ ഭാഗം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അർഹത പറഞ്ഞ് ആ പ്ലാവ് ഞാൻ കുഴിച്ചിട്ടതാണ് ചെറുപ്പത്തിൽ, അതുകൊണ്ട് അതിൻ്റെ കാശ് പെങ്ങളോടിങ്ങി മേടിച്ചു തരണം, അവളുടെ വീതത്തിൽ പെട്ടുപോയതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഭാഗം എനിക്ക് തരണം. മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി ഞാൻ കാശ് വാങ്ങിച്ചു. അങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയ കാശ് വാങ്ങിച്ചു. എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് 2 പാത്രം അവിടെ ഇരിപ്പുണ്ടല്ലോ, അത് കണക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഇതൊക്കെ കഴിഞ്ഞ് ഈ ഭാഗോടമ്പടിക്ക് വേണ്ടി ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി ഒപ്പിടാൻ അമേരിക്ക എന്നാണ്. അതിന്റെ കൂലിയും വേണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല? എന്റെ ഫ്ലൈറ്റ് ചാർജ് ഇതൊക്കെ എന്റെ വീതം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഒടുവിലാണ് പറയുന്നത് എന്റെ ഫ്ലൈറ്റ് ചാർജ് കൂടെ എഴുതണമെന്ന് പറഞ്ഞു. ഇത് ചുമ്മാതെ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നത്. ഇത് ഒപ്പിടണ്ടേ? ഇല്ലേ നിങ്ങൾക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റുക? അവൻ ആദ്യം വീതം കിട്ടിയിട്ട് വേണം വായ്പയ്ക്ക് പണം എടുക്കാൻ. അവന്റെ വീട് വെക്കണമെങ്കിൽ ബാക്കിക്ക് എടുക്കുക എന്ന് പറഞ്ഞു. അതും കൂടെ വാങ്ങിച്ചു. വാങ്ങിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി എൻ്റെ വീട്ടിൽ വരെ പോകാനായിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. അത് 4 കിലോമീറ്ററാണ്. 4 കിലോമീറ്ററിന് 40 രൂപ ചോദിച്ചോ 35 കൊടുക്കുള്ളെന്നും പറഞ്ഞ് ഞാൻ അവിടെയും വഴക്കുണ്ടാക്കി. മനസ്സിലായില്ല? 5 രൂപയ്ക്കാണ് അപ്പോൾ പിടിക്കുന്നത്. ഇത് മുഴുവനും സ്വന്തമാക്കി അവിടെ നിന്നുള്ള പൈസയും കയ്യിലിരിക്കുകയാണ് 5 രൂപയ്ക്ക് വഴക്കുണ്ടാക്കുന്നത്. ഇത്
എത്ര ഉണ്ടായാലും ഇത് പോവില്ല. മനസ്സിലായില്ല? നിങ്ങളെയോ എന്നെയോ എടുത്തോ എത്ര ഉണ്ടായിക്കോട്ടെ, വഴക്കുണ്ടാക്കാതെ കൊടുക്കുകയില്ല. മനസ്സിലായില്ല? വഴക്കുണ്ടാക്കി മേടിക്കാവുന്നതിൻ്റെ മാക്സിമം മേടിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഇല്ലെന്നാ പറഞ്ഞു. ഇത് രണ്ടും ഇല്ലെന്നാണ്. നേരെ വിളിച്ച് പോകുന്നവർ തന്നെ വഴിയിൽ വെച്ചിട്ട് പിടിച്ചു നിർത്തി, എങ്ങനെ ഉണ്ടാ ഇപ്പം എന്നൊക്കെ ഒരു തമാശ വേണേൽ ചോദിച്ചെന്നും വരും. ഈ രീതിയിൽ ഭോഗം എന്നൊന്ന് ഇച്ഛയിലില്ല. ഭോഗം ഇച്ഛയിലില്ലെങ്കിൽ അവൻ അലസനും മൂകനും ഒക്കെയാണ് ജനതയുടെ ദൃഷ്ടിയിൽ. ശരിയല്ല? അങ്ങനെ ഇരിക്കുകയാണ് നല്ലത്. അങ്ങനെ ഇരിക്കുകയാണ് നല്ലത് എന്നുകൂടിയാണ് പറഞ്ഞത്. തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് പേര് വഴിക്ക് പോകും. മനസ്സിലായില്ല? ഇതൊരു അതാണ് ഇപ്പോഴത്തെ കാലത്ത് വളരെ കൂടുകയാണ്. മറ്റത് 1 ലക്ഷം 2 ലക്ഷമൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ഒരെണ്ണമൊക്കെ കാണുള്ളൂ. അത് വളരെ മെച്ചമായിരുന്നു. ജനസംഖ്യാനുപാതികമായ ഒരു 50 കൊല്ലത്തെ സെൻസസ് എടുത്താൽ ഇപ്പോൾ ആധ്യാത്മികവാദികൾ വളരെ കൂടുതലാന്ന് തോന്നുന്നു. ശരിയല്ല? എണ്ണം കൂടുമ്പോൾ സൂക്ഷിക്കണം. ഈ തിലോപ്പിയ മീൻ പെരുകുന്ന പോലാണ്, വണ്ണം കുറയും. മനസ്സിലായില്ല? അങ്ങനല്ലേ? എണ്ണം കൂടിയാൽ വണ്ണം കുറയും. കൂടാതിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ദഹിക്കുമോന്നറിയില്ല. അടുത്ത ശ്ലോകം.